പാരീസ് ഒളിമ്പിക്സിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കായിക ലോകത്തിന്റെ കാത്തിരിപ്പിന് അവസാനം കുറിച്ച് പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരിതെളിയും. ഇന്ത്യൻ സമയം രാത്രി 11-നാണ് ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങുക. 206 രാജ്യങ്ങളിൽ നിന്നായി 10,500 കായിക താരങ്ങൾ പുതിയ വേഗവും പുതിയ ഉയരവും തേടി വരുന്ന രണ്ടാഴ്ചക്കാലം കായിക ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകും. സെൻ നദിക്കരയിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് പാരീസ് ലോകത്തിനായി ഒരുക്കി വച്ചിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് കായിക ലോകം. സുരക്ഷാ ഭീഷണിയുള്ളതിനാൽ ഉദ്ഘാടന ചടങ്ങുകൾ സ്റ്റേഡിയത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും ആശങ്കകളെയെല്ലാം ഒഴുക്കിക്കളഞ്ഞ് പാരീസിന്റെ ഹൃദയമായ സെൻ നദിക്കരയിൽ തന്നെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. സെൻ നദിക്കരയിൽ ബോട്ടിലൂടെയാണ് ഇത്തവണ കായിക താരങ്ങൾ മാർച്ച് പാസ്റ്റ് നടത്തുക എന്ന പ്രത്യേകതയുമുണ്ട്. 117 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘവും അവരിലുണ്ടാകും. PV സിന്ധുവും ശരത് കമാലുമാണ് ഇന്ത്യൻ പതാക വാഹകരാകുന്നത്. ഉദ്ഘാടന ചടങ്ങിന്റെ വിശദാംശങ്ങളോ ദീപശിഖ തെളിയിക്കുന്നത് ആരാണെന്നോ ഇപ്പോഴും സസ്പെൻസായി നിലനിർത്തിയിരിക്കുകയാണ് സംഘാടകർ. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായാണ് സ്റ്റേഡിയത്തിന് പുറത്ത് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. 10,500 കായിക താരങ്ങളെ വഹിച്ച് 100ഓളം ബോട്ടുകളാണ് സെൻ നദിയിലൂടെ മാർച്ച് പാസ്റ്റ് നടത്തുക. കൂടുതൽ താരങ്ങളുള്ള രാജ്യങ്ങൾക്ക് ഒരു ബോട്ട് സ്വന്തമായിട്ടുണ്ടാകും. ചെറിയ അംഗസംഖ്യയുള്ള കായിക താരങ്ങൾ മറ്റ് രാജ്യങ്ങളിലെ താരങ്ങളുടെ ബോട്ടിലായിരിക്കും മാർച്ച് പാസ്റ്റിനെത്തുക. ക്ഷണിക്കപ്പെട്ട 22,000 അതിഥികളും ടിക്കറ്റ് എടുത്തെത്തുന്ന 1,04,000 കാണികളും നദിക്കരയിലെ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. ഉദ്ഘാടന ചടങ്ങിന് ടിക്കറ്റ് കിട്ടാത്തവർക്ക് പാരീസ് നഗരത്തിൽ ഒരുക്കിയിരിക്കുന്ന 80ഓളം ബിഗ് സ്ക്രീനുകളിൽ ചടങ്ങുകൾ തത്സമയം കാണാനാകും. ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.